الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിശുദ്ധ കഅബാലയത്തിൻ്റെയും ഹജ്ജിൻ്റെയും സന്ദേശം എவ்விதമാണ് വിശ്വാസി സമൂഹത്തെ പ്രചോദിപ്പിക്കേണ്ടത് എന്ന വിഷയം ഇതിവൃത്തമാക്കിയാണ് കഴിഞ്ഞ 2 ഖുതുബകൾ നാം ശ്രവിച്ചത്. നമുക്കിടയിൽ അടിഞ്ഞുകൂടിയ വിശ്വാസ വൈകൃതങ്ങൾ ശരിയായ ആദർശത്തിൽ നിന്നും നാം അറിയാതെ നമ്മെ വ്യതിചലിപ്പിക്കുകയും ആ വ്യതിചലനങ്ങളാണ് ഇസ്ലാം എന്ന് ഉറപ്പിച്ച് ധരിച്ചു പോവുകയും ചെയ്ത പുതിയ കാലഘട്ടത്തിൽ എത്ര കൃത്യമായിട്ടാണ് മാലോകർക്ക് മാർഗദർശനത്തിൻ്റെ ഇടമായ കഅബ മുബാറക്കൻ വഹുദൻ ലിന്നാസ്, ലോകർക്ക് അനുഗ്രഹവും മാർഗദർശനത്തിൻ്റെ കേന്ദ്രവുമായ കഅബ ഇസ്ലാമിക ദർശനത്തെ, അതിൻ്റെ തെളിഞ്ഞ ഏക ദൈവ വിശ്വാസക്രമത്തെ തറപ്പിച്ചും ഉറപ്പിച്ചും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയിൽ ആ പ്രദേശം കേന്ദ്രമാക്കിയുള്ള ഹജ്ജ് കർമ്മത്തിൻ്റെ സവിശേഷമായ ഒരു പാഠം കഅബയുടെ സന്ദേശമായി, ഹജ്ജിൻ്റെ മെസ്സേജായി മാന്യ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 3 മഹാരഥന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരിത്ര പശ്ചാത്തലമാണ് വിശുദ്ധ കഅബാലയത്തിനും വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനും ഉള്ളത് എന്ന് നമുക്കറിയാം. കാലങ്ങളായി ആവർത്തനം കൊണ്ട് ഈ മഹാരഥന്മാരുടെ ചരിത്രം നമുക്ക് പരിചിതമാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, ഹസ്രത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം,
ഹാജർ റളിയല്ലാഹു തആല അൻഹ, ഈമാൻ, ഇസ്ലാം, തവക്കുൽ, ഇസ്ലാമിക ആദർശത്തിൻ്റെ സവിശേഷമായ ഈ 3 പദങ്ങളെ യഥാവിധി നമ്മുടെ മുമ്പിൽ ജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ചവർ, അള്ളാഹുമായി ഏറെ അടുത്ത് നിൽക്കുന്ന ഈ മഹാരഥന്മാർ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഔലിയാക്കൾ, ആ ഔലിയാക്കളുടെ ജീവിത സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അവരിലെ ഈ മാതൃകയെ, നല്ല മാതൃക എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അതാണ് ശരിയായ മാതൃക, ഉസ്വത്തുൻ ഹസന ഖുർആനിന്റെ ഭാഷയിൽ, ആ നല്ല മാതൃകയെ അപ്പടി അനുധാവനം ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അവർ ഇത്ര വലിയവന്മാരായിട്ടും വലിയ വലിയ മഹത്തുക്കളായിട്ടും അവരോട് നാം ഒരു ആഗ്രഹവും പറയുന്നില്ല ആ ഇടത്തിൽ ചെല്ലുമ്പോൾ എന്ന കൃത്യമായ വെളിപാടിലൂടെ നമ്മെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ആ വഴിത്താരയാണ് ഹബീബിന്റെ വഴിത്താര എന്ന് മില്ലത്തു ഇബ്രാഹിമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി തിരുനബിയോട് പറയാൻ ആജ്ഞാപിച്ചുകൊണ്ട് സൂറ അൻആമിൽ അള്ളാഹു നമ്മോട് പറഞ്ഞ ഭാഗവും കഴിഞ്ഞ ഖുത്ബയിൽ നാം കേട്ടു. കുൽ, പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നമസ്കാരവും എൻ്റെ എല്ലാ ആരാധനകളും എൻ്റെ ബലിയും, എന്തിനേറെ പറയുന്നു വമഹിയായ വമമാതി, എൻ്റെ ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് ഞാൻ പൂർണ്ണമായും അവനിതാ സമർപ്പിക്കുന്നു എന്ന് പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കും. വബിദാലിക ഉമിർത്തു, അതാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു, ആ അള്ളാഹുവിന് വേറെ പങ്കുകാരില്ല. അതുകൊണ്ട് അവനോട് ചോദിക്കേണ്ടതും പറയേണ്ടതും, അവന് ചോദിക്കേണ്ടതും നേടേണ്ടതും, അവനുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടതും, അവന് അർപ്പിക്കേണ്ടതായതെല്ലാം അവന് മാത്രമേ അർപ്പിക്കാവൂ. സ്ഥാനം തെറ്റിയിട്ട് ഒരിടത്തും അത് കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല എന്ന്, സ്ഥാനം തെറ്റിയിട്ട് ഒരിടത്തും അത് കൊണ്ടുപോയി സമർപ്പിക്കാൻ പാടില്ല എന്ന് എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വഅന അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ നിങ്ങളിൽ മുമ്പൻ ഞാനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൻആമിലൂടെ. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് ഈ സമർപ്പണം ഈ മഹാരഥന്മാരായ 3 ആളുകളും അല്ലാഹുവിൽ ഉറച്ച് വിശ്വസിച്ച് കലവറയില്ലാതെ നാഥന് സമർപ്പിച്ച് അവനിൽ ഭരമേൽപ്പിച്ച് അവന്റെ സ്വർഗവും കുരുത്തവും പൊരുത്തവും തേടി മുന്നോട്ട് പോയ ആ പ്രയാണത്തിന്റെ പാത, അതാണ് ഇസ്ലാം, സമർപ്പണത്തിന്റെ പാത. ആ സമർപ്പണത്തിന്റെ പാതയെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് ഹജ്ജ് കർമ്മം യഥാവിധി ഈ കഅബാലയത്തിൽ ഈ 3 ആളുകളെയും അടയാളപ്പെടുത്തുന്ന ഒരുപാട് അടയാളങ്ങൾക്ക് നടുവിലൂടെ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം, ഒരുപാട് അടയാളങ്ങൾ കൂടാതെ മഖാമു ഇബ്രാഹിമും, അതിനിടയിലൂടെ നിങ്ങളെ ഇങ്ങനെ കൊണ്ടു നടന്ന് കറക്കി കുറെ അങ്ങ് നീളത്തിൽ നടത്തി, പിന്നെ മിനയിലും അറഫയിലും മുസ്ദലിഫയിലും വീണ്ടും മിനയിലും എത്തിച്ച് ഈ കർമ്മം അങ്ങ് പൂർത്തീകരിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള ഒരു കൃത്യമായ തെളിച്ചം, ഒരു കൃത്യമായ കാഴ്ചപ്പാട്, അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ച് അവന്റെ മാർഗത്തിൽ കലവറയില്ലാതെ സമർപ്പിച്ച് അവന്റെ മാർഗേയുള്ള ജീവിതത്തിൽ സകലം അവനിൽ ഭരമേൽപ്പിച്ച് അവന്റെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രയാണത്തിന് സർവാത്മന വഴിപ്പെടും വിധം നിങ്ങളെ കീഴ്പ്പെടുത്തുക, മെലിക്കുക, സ്വയം തന്നെ നിങ്ങളെ ക്രമീകരിക്കുക എന്നതാണ് ഹജ്ജ് കൊണ്ട് നേടേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു. മിനയിൽ തുടങ്ങി മിനയിൽ അവസാനിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. മിന മുതൽ മിന വരെ എന്ന് നമുക്കതിനെ കുറിച്ച് പറയാം. ദുൽഹജ്ജ് 8-ന് മിനയിൽ തുടങ്ങി ദുൽഹജ്ജ് 13-ന് മിനയിൽ നിന്ന് പിരിയുന്ന ഒരു കർമ്മം, 6 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കർമ്മമാണ് ഹജ്ജ്. ഓരോ ഇടവും ഓരോ ദിനത്തെ കർമ്മങ്ങളും സവിശേഷമായ സമർപ്പണത്തിന്റെ പാഠങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. സമർപ്പിക്കാൻ കഴിയാതെ പോയവരാണ് നിലവിലുള്ള മുസ്ലിം സമുദായം. രാവിലത്തെ ഒരു കട്ടൻ ചായ പോലും മുടങ്ങാതെ സുന്ദരമായ ഉറക്കം ഉണരുമ്പോൾ സുബഹി നമസ്കരിച്ച് ശീലിച്ചവർ, പിന്നീട് കളിയും കല്യാണവും കളിയാട്ടവും ബിസിനസ്സും കാര്യവും ജോലിയും കുടുംബവുമായുള്ള ആ ഇടപഴക്കത്തിൽ, കൂട്ടുകെട്ടുമായുള്ള ആ ബന്ധത്തിൽ സന്ദർഭാനുസാരം സൗകര്യം ഒത്തുവരുമ്പോൾ ളുഹറും അസറും മഗ്രിബും ഇശയും നമസ്കരിച്ച് ശീലിച്ചവർ,
റമദാൻ മാസത്തിൽ ഒരു മാസത്തെ നോമ്പും, ഇപ്പോൾ പണം കയ്യിൽ വന്നപ്പോൾ ഒരു ഹജ്ജും, പിന്നെയും ഇത്തിരി പണം കിട്ടുമെങ്കിൽ വർഷാവർഷം ഹറമിൽ പോയി വരുന്ന ഒരു യാത്രയും, ഇതോടുകൂടി സ്വർഗത്തിൽ സീറ്റുറപ്പിച്ചു എന്ന് ധരിച്ചു പോയ, സമർപ്പണത്തിന്റെ അംശലേശം സ്വന്തമാക്കാൻ കഴിയാതെ പോയ നല്ല ഒരു ശതമാനം മുസ്ലിമീങ്ങളാൽ പൊറുതിമുട്ടുന്ന ഒരു സമുദായമാണ് ഇന്നിന്റെ മുസ്ലിം സമുദായം എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയണം. അത്തരമൊരു സമുദായത്തിന് മുമ്പിൽ ഹജ്ജിന്റെ ദിനങ്ങളും അതിന്റെ കർമ്മങ്ങളും, ഹജ്ജിന്റെ ദിനങ്ങളും അതിന്റെ കർമ്മങ്ങളും അതിന്റെ ഇടങ്ങളും കൃത്യമായി പഠിപ്പിക്കുന്ന പാഠം ഉൾക്കൊള്ളാതെ വന്നവരാണ് ഹജ്ജ് കഴിഞ്ഞിട്ടും ഷാപ്പിൽ നിന്ന് എഴുന്നേൽക്കാത്തവർ, ഹജ്ജ് കഴിഞ്ഞിട്ടും പലിശ ഇടപാട് തുറന്നുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെ വട്ടി ഹാജിമാരായും കള്ളക്കടത്തിൽ പേരെടുത്തവരായും വാണിഭത്തിൽ പേര് ലിസ്റ്റിൽ ചേർക്കപ്പെട്ടവരായും ബാബ മാത ശ്രീമാരുടെ മുമ്പിൽ അടയിരിക്കുന്നവരായും സമുദായത്തിലെ ഹാജിമാർ പഞ്ഞമില്ലാത്ത വിധം തഴച്ചു വളർന്നു എങ്കിൽ ഈ സമുദായം ഹജ്ജിനെ ഇനിയും പഠിച്ചിട്ടില്ല എന്ന് വേദനയോടെ നമ്മൾ ഓർക്കണം. മിനയിലേക്കാണ് അള്ളാഹ് വിളിച്ചത് ദുൽഹജ്ജ് 8-ന്. പ്രത്യേകിച്ച് അന്ന് ഒരു കർമ്മവുമില്ല. ഒത്തുജീവിതം സാധ്യമാവുമോ എന്ന് വിശ്വാസി സമൂഹത്തെ നോക്കി അള്ളാഹ് നിരീക്ഷിച്ച് നിലപാടെടുക്കുകയാണ് ദുൽഹജ്ജ് 8-ന് മിനയിൽ. 2 മലകൾക്കിടയിലുള്ള ഇടമാണ് മിന. നീണ്ടുകിടക്കുന്ന 2 മലകൾക്കിടയിൽ നീണ്ടുകിടക്കുന്ന ഒരു ഇടമാണ് മിന. ദുൽഹജ്ജ് 8-ന് മിനയിൽ പ്രത്യേകിച്ച് ഒരു കർമ്മവും പഠിപ്പിച്ചില്ല. അള്ളാഹ് നിരീക്ഷിക്കുന്നത് ഇത്രമാത്രമാണ്: ഈ 2 മലകൾക്കിടയിലെ താഴ്വാരത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മുസ്ലിമീങ്ങൾ, കലിമ ചൊല്ലിയ ആദർശ സുഹൃത്തുക്കൾ മാത്രമേ അവിടെയുള്ളൂ. ഈ ആദർശത്തിനപ്പുറത്തുള്ള ഒരാളും അന്ന് ആ ഇടത്തിലില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആദർശ ബന്ധുക്കളുമായി ഒത്തുജീവിക്കാൻ കഴിയുമോ എന്ന് അള്ളാഹ് നിരീക്ഷിക്കുകയാണ്. ഉൾക്കൊള്ളാൻ കഴിയുന്നുവോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആദർശ ബന്ധുക്കളെ? ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നാൽ പൊട്ടലും ചീച്ചലും ഉണ്ടാകും. ലക്ഷങ്ങൾ ഒത്തുകൂടുന്ന ആ വേളയിൽ ഏത് സമയത്ത് ചെന്ന് നോക്കിയാലും ബാത്റൂമിന് മുമ്പിൽ യു ആർ ഇൻ ക്യൂ എന്ന് പറയുന്ന അവസ്ഥ സംജാതമാകുന്ന മിനയിൽ ഒത്തുജീവിതം, പാരസ്പര്യം, വിട്ടുവീഴ്ചയുടെ, ദയയുടെ, ദീനാനുകമ്പയുടെ, റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ, ഉഖുവത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഈസാറിന്റെ, പരക്ഷേമ തൽപരതയുടെ, നസീഹത്തിന്റെ, ഗുണകാംക്ഷയുടെ ഇസ്ലാമിക പാഠങ്ങൾ യഥാവിധി പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്ത മുസ്ലിം സമുദായം മിനയിൽ സമ്മേളിച്ചാൽ നിസ്സാര വിഷയങ്ങൾക്ക് തർക്കമുണ്ടാകും. ഉന്തും തള്ളും തിക്കും തിരക്കും അടികലശൽ വരെ നടന്നേക്കാം. അതവരുടെ ഹജ്ജിനെ ഇല്ലാതാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്. ഉന്തും തള്ളും തിക്കും തിരക്കും വാക്കേറ്റവും ഹജ്ജിനെ ഇല്ലാതാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആദർശ ബന്ധുക്കളെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് നിരീക്ഷിക്കുകയാണ് മിന. നമുക്ക് നമ്മുടെ ആദർശ ബന്ധുക്കളെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്ന് ഇപ്പോൾ ഹജ്ജിലില്ലാത്ത ഈ പള്ളിയിരിക്കുന്ന സഹോദരന്മാർ ചിന്തിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശം പ്രഖ്യാപിച്ച നമ്മുടെ സ്വന്തം സഹോദരന്മാരെ വെറുക്കാനാണ് നമ്മെ വേണ്ടപ്പെട്ടവർ കാലങ്ങൾ അത്രയും പഠിപ്പിച്ചത്. അവനോട് സലാം പറയരുത്, ഇവനെ തുടർന്ന് നമസ്കരിക്കരുത്, അവന്റെ പള്ളിയിൽ കയറരുത്, നമ്മൾ ഇന്ന മദ്ഹബുകാരായത് കൊണ്ട് മറ്റേ മദ്ഹബുകാരനോട് നമുക്ക് യഥാർത്ഥത്തിൽ തന്നെ പകയോടെ പെരുമാറാം, അതുപോലും കുഴപ്പമല്ല എന്ന് നമുക്ക് കാലാകാലങ്ങളായി ശൈത്താന്റെ ഉപദേശം കിട്ടിയപ്പോൾ നമുക്ക് സ്വന്തം ആദർശ ബന്ധുക്കളെ സ്നേഹിക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് നമുക്ക് ലക്ഷണമൊത്ത അള്ളാഹുവിന്റെ മാർഗ്ഗെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം സമുദായമായിട്ട് മാറാൻ ഇന്നേ വരെ കഴിഞ്ഞില്ല എന്നത് ഈ സമുദായത്തിന്റെ വലിയ ദുരന്തമാണ്. അള്ളാഹ് നിരീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ കഴിയുമോ എന്ന്. ദുൽഹജ്ജ് 9-ന് ഇവർ അറഫയിലേക്ക് പോകുന്നു ഹാജിമാർ. അറഫ എന്നത് എഴുത്തറഫ എന്നതിൽ നിന്ന് വരുന്ന ഒരു പദമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. എങ്കിൽ അതിന്റെ അർത്ഥം കുറ്റം ഏറ്റുപറയുന്ന സ്ഥലം എന്നാണ്. കുറ്റം ഏറ്റുപറയുന്ന സ്ഥലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അറഫ മൈതാനിയിൽ വന്നിട്ട് യഥാവിധി തന്റെ പാപങ്ങൾ, ജീവിതത്തിൽ കഴിഞ്ഞു പോയ പേജുകൾ ഓർത്തോർത്ത് തന്റെ പാപങ്ങൾ അള്ളാഹുവിനോട് തുറന്ന് സമ്മതിച്ചുകൊണ്ട്, കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തുന്ന മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നമ്മെ യഥാവിധി പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഹബീബും കൂട്ടരും ഹജ്ജിൽ പ്രവേശിച്ച സമയത്ത് അവർ അറഫയിലായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാൽ ഇവരോട് നിശബ്ദരാവാൻ പറയൂ, എനിക്ക് അവരോട് സംസാരിക്കണം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വരമാധുരിയിൽ അവിടെ ഒരുമിച്ച് കൂടിയ 1,24,000-ൽ പരം വരുന്ന സഹാബയെ കിറാമിനോട് ഇങ്ങനെ ഒരു മൈക്ക് സംവിധാനമില്ലാത്ത കാലത്തിൽ പറഞ്ഞു, അൻസിതു ലി റസൂലില്ലാ, നിങ്ങൾ ഹബീബിന് വേണ്ടി നിശബ്ദരാകുവിൻ.
അവരെല്ലാവരും തിരുനബിയുടെ ഗുരുമുഖത്തു നിന്ന് തിരുവചനങ്ങൾ കേൾക്കാൻ ചെവി സാഹൂതം കൂർപ്പിച്ചു നിർത്തി. ഹബീബ് അവരോട് പറഞ്ഞു, അതാനി ജിബ്രീലു ആനിഫ, എന്റെ അടുക്കൽ ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ വന്നു. എന്റെ തമ്പുരാന്റെ സലാം എനിക്ക് അറിയിച്ചു, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയും അറിയിച്ചിട്ടുണ്ട്. ഈ അറഫാത്തിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന്. അവർ അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, വാഹ് വാഹ് എന്നിങ്ങനെ അത്ഭുതം പ്രകടിപ്പിച്ച് നാഥനെ സ്തുതിച്ചുകൊണ്ടിരിക്കെ സദസ്സിൽ നിന്നൊരു സഹാബി എഴുന്നേറ്റുന്നു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ചോദിച്ചു, ഹബീബേ, അലനാ ഹാദാ ഖാസ യാ റസൂലല്ലാഹ്, ഇത് ഞങ്ങൾക്ക് മാത്രമാണോ? ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ ഈ മണ്ണിൽ വരുന്ന എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു കിട്ടുന്ന അറഫ പാപങ്ങൾ പൊറുക്കുന്ന ഇടമാണ്. ജീവിതത്തിലെ പാപങ്ങൾ കഴുകിക്കളയാൻ ഇത്രയും സുന്ദരമായ ഒരു നിമിഷം കിട്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആ പാപങ്ങളുടെ ഗൗരവം ഓർത്ത് കൈകൾ ഉയർത്തി കണ്ണിൽ കണ്ണുനീരുമായി ഗദ്ഗത കണ്ഠരായി തന്റെ ജീവിതത്തിലെ ആ കറുത്ത പാടുകളെ ആത്മാർത്ഥമായി മായ്ച്ചു കളഞ്ഞ ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ പിന്നീട് ചടിയിലേക്ക് ഇറങ്ങില്ലെന്ന് ബുദ്ധിയുള്ളവർക്കറിയില്ലേ? പിന്നെ എങ്ങനെ നമുക്ക് നേരത്തെ പറഞ്ഞ കുറെ ഹാജിമാരുണ്ടായി? വേദനയോടെ നമ്മൾ ഓർക്കേണ്ടതില്ലേ? അറഫ എന്ന പദത്തിന്റെ രണ്ടാമത് അർത്ഥം തിരിച്ചറിവ് എന്നാണ്. ആ തിരിച്ചറിവിന്റെ മർമ്മം മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ കർമ്മത്തിന്റെ സകല മാനങ്ങളെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നു. അവിടെ വെച്ച് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൃത്യമായ ഉത്ബോധനം നടത്തിയിരുന്നു എന്ന്. അതാണ് ഹജ്ജത്തുൽ വദാഇലെ ഖുത്ബത്തുൽ വദാ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബിന്റെ വിടവാങ്ങൽ, ഹജ്ജിലെ വിടവാങ്ങൽ പ്രസംഗം. ആ പ്രസംഗത്തിൽ ഒരു വസിയത്തുണ്ട്. സ്വന്തം പിതാവിന്റെ വസിയത്തിന് പരിഗണന കൊടുക്കുന്ന മുസൽമാന്മാരിൽ പലർക്കും ഹബീബിന്റെ അന്തിമ വസിയത്ത് പരിഗണിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം ബാപ്പയുടെ വസിയത്തിന് കൊടുക്കുന്ന പരിഗണന പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും ഈ മുസ്ലിം സമുദായത്തിലെ മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങളെ പ്രഗൽഭരെ വിളിച്ചുകൂട്ടിയിട്ട് ഈ നിർണായക നിമിഷം തമ്പുരാൻ മുകളിൽ ഹാജരായിരിക്കുന്ന വേളയിൽ ഭൂമിയോട് തൊട്ടു നിൽക്കുന്ന ഒന്നാം ആകാശത്ത് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകളും സമ്മേളിച്ച അറഫ മൈതാനിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇനി ഞങ്ങളില്ല, ഞങ്ങൾ പ്രവാചകന്മാർ ഇനി നിങ്ങൾക്കിടയിൽ സന്ദേശവുമായി വരില്ല, പ്രവാചകന്മാരുടെ പ്രവാചകത്വ നിയോഗം അർ-റിസാല ഇവിടെ തീരുകയാണ്, ഞാനതിൽ അവസാനത്തവനാണ്. പക്ഷെ ഇനി നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. 1,24,000 പരം പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എന്ന് ചരിത്രം ഗവേഷണ പണ്ഡിതന്മാർ ആ എണ്ണത്തിന് സമാനമായ ഒരു എണ്ണമാണ് അന്ന് അറഫയിൽ ഒത്തുകൂടിയ സഹാബയെ കിറാം റളിയല്ലാഹു തആല അൻഹും അവരുടെ എണ്ണം. അവരോട് പറഞ്ഞു, ഇനി നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ മിഷൻ ഏറ്റെടുക്ക്. ഈ അർ-റിസാല, ഇസ്ലാമിന്റെ പ്രബോധനം, പ്രചാരണം, അതിനെ ശരിയായി പ്രതിനിധീകരിക്കൽ, അതിന്റെ വളർച്ച, ഉയർച്ച ഉറപ്പുവരുത്തൽ, അതിനെ നിലനിർത്താനും വളർത്താനും ഉയർത്താനും സംസ്ഥാപിക്കാനും വേണ്ടി ശ്രമം ചെലവഴിക്കൽ നിങ്ങളുടെ ദൗത്യമാണ്. അതുകൊണ്ട് ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇവിടെ എത്തിയ നിങ്ങൾ, ഈ സന്ദേശം കിട്ടിയ നിങ്ങൾ, ഈ മാർഗത്തിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ, ഇത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഈ വസിയത്തിനെ യഥാവിധി പരിഗണിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കില്ലേ? വർഷാവർഷം ഹജ്ജിനായി പോകുന്ന ഹാജിമാരോട് അറഫയിലെ മണൽത്തരികൾ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു, നിന്നെ എല്ലാ വർഷവും ഇവിടെ കാണുന്നുണ്ടല്ലോ, എന്നാൽ നീ അറിയണം, നിനക്ക് മുമ്പ് ഇവിടെ വന്ന ആ വലിയ വലിയ മനുഷ്യരില്ലേ, ആ ഹബീബിന്റെ കൂടെ വന്ന ആൾക്കൂട്ടം, അവരിൽ അധിക പേരും പിന്നെ ഇവിടെ വന്നിട്ടില്ല, ഈ മണ്ണിൽ പിന്നെ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല. പക്ഷെ നീ വർഷാവർഷം വരുന്നുവല്ലോ. അവര് ഹബീബിന്റെ വസിയത്ത് ഏറ്റെടുത്ത് കടലിനോട് മല്ലടിച്ച് കരപറ്റിയിട്ട് ഇസ്ലാമിന്റെ സന്ദേശമെത്താത്ത മനുഷ്യരെ, ജനപദങ്ങളെ തേടിപ്പോയി അവർക്കിടയിൽ ജീവിച്ച് അവിടെ സന്ദേശമെത്തിച്ച് അവിടെ മരിച്ച് അവിടെ മറമാടപ്പെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നീ കൊല്ലം കൊല്ലം വരുന്നുവല്ലോ എന്ന്. അവർക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടും സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ തന്നെ കേൾക്കാൻ നമുക്ക് ചെവിയുടെ ഹേർട്സ് ആവൃത്തി ഇല്ലാതെ പോയത് കൊണ്ടും ഈ വർത്തമാനം നമ്മുടെ പല ഹാജിമാരെയും അസ്വസ്ഥമാക്കിയില്ല.
അസ്വസ്ഥമാക്കുമായിരുന്നുവെങ്കിൽ അവിടെ പോകാൻ ചെലവഴിക്കുന്ന പണത്തെക്കാൾ ഉപരി ഒരുപാട് പണം ചെലവഴിച്ച് ഇവിടെ 10 പേർക്കെങ്കിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ അവൻ അധ്വാന പരിശ്രമം നടത്തുമായിരുന്നു. ഈ ബോധമില്ലാത്തത് കൊണ്ടാ കൊല്ലം ഹജ്ജിന് പേര് മാറ്റി അടിച്ചിട്ടും പാസ്പോർട്ട് വേറെ എടുത്തിട്ടും പോകാൻ വേണ്ടി തരികിട കളിച്ചുകൊണ്ട് നമുക്കിടയിൽ കുറെ മാന്യന്മാർ ഇത് കാലഘട്ടത്തിന്റെ സന്ദേശം അറിയാതെ പോയത് കൊണ്ടാ. മാലിക് ദീനാറും കൂട്ടരും ആ ഹജ്ജ് കഴിഞ്ഞ് വന്നവരാ. അവർ കടലിനോട് മല്ലടിച്ചിട്ട് നീന്തൽ പഠിക്കേണ്ടതില്ലാത്ത, മരുപ്പറമ്പിൽ ജീവിച്ചവർ നീന്തൽ പഠിക്കേണ്ടതില്ല. അവിടെ വെള്ളക്കെട്ടിൽ വീണ് ആളുകൾ മരിക്കുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ അവർ നീന്തൽ പഠിച്ചു, കട്ടമരങ്ങൾ ചേർത്ത് കെട്ടി പായക്കപ്പൽ ഉണ്ടാക്കാൻ പഠിച്ചു. വടക്ക് നോക്കി യന്ത്രം എന്ന ഒന്ന് കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിൽ പകൽ സൂര്യനെ നോക്കിയും രാത്രി നക്ഷത്രങ്ങളെ നോക്കിയും അവർ മരണത്തോട് മല്ലടിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിറങ്ങിയപ്പോ നമുക്ക് ഇസ്ലാം കിട്ടി. പക്ഷേ നമ്മൾ കുറെ കാലമായി ഹജ്ജിനും ഉംറക്കും പോയി വന്നിട്ടും അയൽക്കാരന് പോലും ഇസ്ലാമിനെ തെറ്റിദ്ധാരണ മാറിയില്ല. ഇത്രയും വലിയ ദുരന്തം ഇനി സംഭവിക്കാൻ വേറെ എന്തുണ്ട് ലോകത്ത് എന്ന് വിനയ പുരസ്കരം നമ്മൾ ചിന്തിക്കണ്ടേ? അതാണ് അറഫ. ആ അറഫയിൽ നിന്നുള്ള തിരിച്ചറിവ് നേടിയവൻ സ്വന്തം സഹോദര സമൂഹത്തെ വെറുക്കുകയല്ല ചെയ്യുക, അവൻ സഹോദര സമൂഹത്തെ കൂട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക. കാരണം അവന് താല്പര്യമുണ്ടാകും, പടച്ചവനെ നിന്റെ ഒരു സന്ദേശം, നിന്റെ ഹബീബിന്റെ ഒരു മെസ്സേജ് എന്റെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന സഹോദര സമുദായ അംഗത്തിനും എന്റെ മഹലിൽ ജീവിക്കുന്ന ഈ റെസിഡൻഷ്യൽ അസോസിയേഷനുകളിലും കോളനികളിലും ജീവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്കും എത്തിക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ ഞാൻ ഏറ്റവും ഭാഗ്യം കെട്ടവനായി തീരുമല്ലോ, എന്റെ നിയോഗ നിർവഹണത്തിൽ ഞാൻ 0 ആയി പോകുമല്ലോ എന്ന മനോവ്യത സഹോദര സമുദായ അംഗങ്ങളെ ശത്രുവായി കണ്ട് അകറ്റാനല്ല, അവരെ മിത്രമായി നിർത്തിയിട്ട് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ അവൻ സർവാത്മന ഇറങ്ങിത്തിരിക്കും. അറഫ മനസ്സിലാക്കാതെ വന്നവർ ഹജ്ജ് കഴിഞ്ഞാൽ സുഖസുഷുപ്തിയിലേക്ക് ഇരിക്കും. എന്നിട്ടോ അവൻ ഇസ്ലാമിക വികാരം പ്രകടിപ്പിക്കും, തന്റെ അയൽപ്പക്കത്തെ സഹോദര സമുദായത്തെ 4 ചീത്ത വിളിച്ചിട്ട്. ഇതാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. രാത്രി അവർ മുസ്ദലിഫയില, അന്ന് അവിടെ ഒരു ടെന്റുമില്ല, നിലത്ത് കിടക്കുക. നിലത്താണ് കിടത്തം, ആകാശത്തിന് കീഴെ ഭൂമിക്കുള്ളിൽ മഞ്ഞാണെങ്കിൽ മഞ്ഞ്, മഴയാണെങ്കിൽ മഴ. അല്ലാഹ് പഠിപ്പിക്കുക, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. മണ്ണെന്നാണ് നിന്നെ സൃഷ്ടിച്ചത്, മണ്ണിലേക്കാണ് നിന്റെ മടക്കം, അതിന്ന് വീണ്ടും നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. മണ്ണിൽ നിന്ന് തുടങ്ങി മണ്ണിലേക്കുള്ള മടക്കത്തിനിടയിൽ നിനക്ക് ഉറങ്ങാൻ ഈ മണ്ണും എത്ര സന്തോഷകരമായ അനുഭവം. പക്ഷേ ഈ ഇഹലോകത്തെ ജീവിതത്തിൽ എത്ര കോടികളാണ് നീ മണ്ണിൽ നിന്റെ സ്വപ്നങ്ങളായി കുഴിച്ചു മൂടിയത്. നിന്റെ കൊട്ടാരങ്ങൾ, നിന്റെ വാഹനങ്ങൾ, നിന്റെ വസ്ത്രങ്ങൾ, നിന്റെ തീറ്റിപ്പണ്ടാരങ്ങൾ, നിന്റെ വിസർജന പാത്രങ്ങൾ, അങ്ങനെ നീ വാരി അണിയുന്ന അലങ്കാരങ്ങൾ, ആഭരണങ്ങൾ, ഉടയാടകൾ, നിന്റെ താൻ പോരിമയുടെ പൊങ്ങച്ചത്തിന്റെ ആ വെളിപ്പാടിന് വേണ്ടി, വെളിപ്പെടുത്തലിന് വേണ്ടി നീ കാട്ടിക്കൂട്ടിയ താൻ തോന്നിത്തരങ്ങൾ, ഇതൊക്കെ വേണ്ടിയിരുന്നോ? അതുകൊണ്ട് നിനക്ക് പരലോകത്തേക്ക് ഒരു അണു അളവ് നിനക്ക് വല്ല നേട്ടവും ഉണ്ടായോ? മണ്ണിൽ തുടങ്ങി മണ്ണിലേക്കുള്ള പ്രയാണത്തിൽ ഒരു മേൽപ്പുരയുമില്ലാതെ നിനക്ക് സുന്ദരമായിട്ട് ഉറങ്ങാൻ കഴിയില്ലേ എന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. മുസ്ദലിഫയുടെ പാഠം പഠിച്ചെങ്കിൽ അവൻ കിന്നനാകും. പടച്ചവനെ, കോടികൾ ഞാൻ മുടക്കി, പക്ഷെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇപ്പോൾ മാത്രമാണല്ലോ ഒരു 2.something ലക്ഷം എനിക്ക് മുടക്കാൻ പറ്റിയത്. ഇതിനു മുമ്പ് ഇത്രയും തുക ഞാൻ നിനക്ക് വേണ്ടി മുടക്കിയില്ലല്ലോ. പക്ഷെ എന്റെ വീട്ടിലെ ഒരു കല്യാണത്തിന് ഞാൻ മുടക്കിയ ലക്ഷങ്ങൾ എത്രയായിരുന്നു എന്ന് ബുദ്ധിയുള്ളവൻ കുറ്റബോധത്തോടെ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ഒരു ബുദ്ധി നമുക്കുണ്ടായി കിട്ടാൻ നാം കൂട്ടത്തോടെ എത്ര കാലം പ്രാർത്ഥിച്ചാലാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ. അതേ മുസ്ദലിഫയെ വിശുദ്ധ ഖുർആൻ മഷ്അറുൽ ഹറാം എന്നാണ് പരിചയപ്പെടുത്തിയത്. സൂറ അൽ ബഖറയിലെ 198-ാമത് ആയത്ത്, ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ, അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിയാൽ, ഫദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം, ഇൻദൽ മഷ്അറിൽ ഹറാം, മുസ്ദലിഫയുടെ അടുക്കൽ വെച്ച്. അതാണ് മഷ്അറുൽ ഹറാം. ഖുർആനിൽ മുസ്ദലിഫയ്ക്ക് പകരം മഷ്അറുൽ ഹറാം എന്നാണ് പ്രയോഗിച്ചത്. മഷ്അറുൽ ഹറാം എന്ന പദത്തിന്റെ അർത്ഥം അവബോധം, തീരുമാനം, ഉൾക്കാഴ്ച എന്നൊക്കെയാണ്. നേരെ ചൊവ്വേ ഈ കർമ്മത്തിന് അങ്ങ് പോയിട്ട് യഥാവിധി കർമ്മത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തുവെങ്കിൽ അവൻ അവിടെ വെച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും. അന്നത്തെ രാത്രിയിലെ ഉറക്കം അവന് നല്ല ചിന്തയിലൂടെ തീരുമാനങ്ങളിലേക്ക് എത്താൻ സഹായിക്കും. പടച്ചവനെ, എന്റെ വീഴ്ചകൾ തിരുത്തി ഇനി പാപങ്ങളിലേക്ക് പോവാതെ കലവറയില്ലാതെ നിന്റെ മാർഗത്തിൽ സമർപ്പിച്ച് നിന്റെ മാർഗെ നിനക്ക് വേണ്ടി, നിന്റെ ദീനിനു വേണ്ടി ആയിരിക്കും ഇനി എന്റെ കാലം എന്ന തീരുമാനത്തിലെത്താൻ യഥാർത്ഥ ഹാജിക്ക് സാധിക്കും. ഇനി നിന്റെ മാർഗത്തിലാണ്,
ഞാൻ ഈ ധർമ്മ സമരത്തിന്റെ പാതയിൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാർഗ്ഗേ ആര് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ധർമ്മ സമരത്തിന്റെ പാതയിൽ തുടരുന്നുവോ അവനെ സ്വർഗം വരെ എത്തിക്കൽ എന്റെ ദൗത്യമാണെന്ന്, എന്റെ കടമയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭ്യമായ ഖുർആൻ വാക്യം. അപ്പോ ഹജ്ജ് കഴിഞ്ഞിട്ടങ്ങ് വന്നാ നേരെ സ്വർഗത്തിലായി എന്നല്ല. ഹജ്ജിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദൗത്യത്തിന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിലൂടെ തുടർന്നാൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അവനെ നമ്മുടെ വഴിയിലൂടെ നടത്തിയിട്ട് സ്വർഗത്തിലേക്ക് നാം കൊണ്ടുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പിറ്റേന്ന് സുബ്ഹ് നമസ്കരിച്ച് ദുൽഹജ്ജ് 10 ഹാജിമാർ മിനയിൽ തുടങ്ങി വീണ്ടും മിനയിൽ. മിന എന്നതിന് മുന എന്ന് അറബി ഭാഷയിൽ പറയും. മുന എന്ന പദത്തിന്റെ അർത്ഥം ആഗ്രഹം, അറ്റം, സംഘട്ടനം, ത്യാഗം, പ്രയത്നം, സമർപ്പണം എന്നൊക്കെയാ. മുന യഥാർത്ഥത്തിൽ ത്യാഗത്തിന്റെ, സമർപ്പണത്തിന്റെ, അധ്വാന പരിശ്രമത്തിന്റെ ഇടമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമർപ്പണം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗം, അള്ളാഹുവിന്റെ മാർഗത്തിലെ യത്നം, ആ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അധ്വാന ത്യാഗ പരിശ്രമത്തിൽ നിന്ന് യഥാർത്ഥ വിശ്വാസികളെ തടയുന്ന 2 ദുരന്ത മുഖങ്ങളുണ്ട്. ആ 2 ദുരന്ത മുഖങ്ങളെ യഥാവിധി മനസ്സിലാക്കിയിട്ടാണ് അന്നേ ദിനത്തെ കർമ്മം. മിനയിലേക്ക് പ്രവേശിച്ച ഹാജിമാർ നേരെ പോകുന്നത് മുസ്ദലിഫയിൽ നിന്ന് പെറുക്കിയെടുത്ത കല്ലുമായി ജംറത്തുൽ അഖബയിലേക്കാണ്. ജംറത്തുൽ അഖബ, അവിടെ 7 കല്ല് തക്ബീർ മുഴക്കിയിട്ട് എറിയുന്നു. ശൈത്താന് നേരെയുള്ള സമരം. ശൈത്താന് നേരെയുള്ള ഈ സമരത്തിൽ ആവേശം മൂത്തിട്ട് 7 കല്ല് എറിഞ്ഞു കഴിഞ്ഞിട്ടും ഏറ് നിർത്താൻ തോന്നാതെ ചെരുപ്പൂരി എറിയുന്നവർ, വലിയ കട്ടയെടുത്ത് പിന്നെയും എറിയുന്നവർ, ആവേശം മൂത്ത് എറിയുന്നത് ആ മതില് പോലെ നിൽക്കുന്ന ആ സംവിധാനത്തെയാണ്. അതാണോ ശൈത്താൻ? സുഹൃത്തുക്കളെ, ആ കല്ലിൽ കൊള്ളണം, ആ മതിൽ കൊള്ളട്ടെ, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ കൊള്ളാത്ത കാലത്തോളം നിങ്ങൾ എങ്ങനെ പിശാചിനോട് പൊരുതും? ഈ സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ മാർഗത്തിൽ നിന്ന് വിശ്വാസികളെ തടയുന്ന വിശ്വാസികളുടെ വർഗശത്രു ശൈത്താനാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ആ വർഗശത്രുവിന്റെ പിടുത്തത്തിൽ പെടരുത് എന്ന് എന്നെയും നിങ്ങളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ ബഖറ 208 സൂക്തം മുഖദ്ദിമയിൽ ഓതി വെച്ച സൂക്തം അതാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അള്ളാഹുവിനുള്ള സമർപ്പണത്തിൽ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കുവിൻ. നിങ്ങൾ വക്കിൽ നിൽക്കല്ല, ഇസ്ലാമിന്റെ തെല്ലിൽ നിൽക്കല്ല, അതിന്റെ സൈഡ് പറ്റി, അരികെ പറ്റി നിൽക്കല്ല. കുറെ നിസ്കാരവും ദിക്റും സ്വലാത്തും സൈഡ് പറ്റിയാണ് നിൽക്കുന്നത്. എന്നിട്ടോ ഇപ്പോൾ ആളുകളെ കണ്ടാൽ 4 മുസ്ലിം, അര മുസ്ലിം, 3/4 മുസ്ലിം, പക്ഷെ പൂർണ്ണ മുസ്ലിം ഇല്ലത്രേ. അത്രയും സമർപ്പണത്തിന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നവർ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, അങ്ങനെ അങ്ങ് അരികെ പറ്റിയിട്ട് വരല്ല, മറിച്ച് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പൂർണ്ണമായും സമർപ്പിക്കുക, ആ സമർപ്പണത്തിൽ നിങ്ങൾ പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ ഒരിക്കലും ശൈത്താന്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവനാണ് നിങ്ങളുടെ വ്യക്തമായ ശത്രു. നമ്മുടെ ശത്രു ആരെന്ന് ഇന്ന് മുസ്ലിം സമുദായത്തിന് അറിയില്ല. നമ്മുടെ മുഖ്യ ശത്രു ആരെന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായം ഈ നാട്ടിലെ ഏതോ മതക്കാരുടെ പേര് പറഞ്ഞേക്കാം. കുറച്ചുകൂടി അങ്ങോട്ട് നീട്ടി പറഞ്ഞാൽ ലോകത്തെ നയിക്കുന്ന ഏതോ പോലീസ് സംവിധാനത്തിന്റെ പേര് പറഞ്ഞേക്കാം. പക്ഷേ നമ്മുടെ മുഖ്യ ശത്രു ആരെന്ന് ഇന്നും ഈ സമുദായത്തിന് മനസ്സിലായില്ല. മുഖ്യ ശത്രു പിശാച. ആദം നബി അലൈഹിസ്സലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായ പിശാച്, അവനാണ് നിങ്ങൾ ശത്രു എന്ന് അവിടെ വെച്ച് മനുഷ്യകുലത്തിന്റെ ആദ്യ പിതാവിനെ പഠിപ്പിച്ച് ആ പാഠശാല വഴിയാണ് മനുഷ്യനെ മണ്ണിലേക്ക് ഇറക്കിയത്, ഭൂമിയിലേക്ക്. പക്ഷെ എന്നിട്ടും ഈ പാഠം പഠിച്ചില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി ശൈത്താനെ, നിങ്ങളെ ഇസ്ലാമിന്റെ അള്ളാഹുവിനുള്ള സമർപ്പണത്തിൽ നിന്ന് തെറ്റിക്കുന്ന ശൈത്താനെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടും നമുക്ക് പിശാചിനോട് എന്തൊരു സ്നേഹം. ഈ ശൈത്താനെ വീട്ടിൽ കുടിയിരുത്തിയവരാണ് പുതു തലമുറയിലെ മുസ്ലിം സമുദായം. പൊതുസ്ഥലത്ത് തുറന്നു വെച്ച മിനി സ്ക്രീനിലും ബെഡ്റൂമിനകത്ത് സ്ഥാപിച്ച സൈറ്റിലും പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന മൊബൈലും ടൺ കണക്കിന് അശ്ലീലം കയറ്റിവെച്ചവർ ശൈത്താന്റെ കൂടെ സഹവസിക്കുന്നവരാണെന്ന് പറയാൻ അധിക ബുദ്ധി വേണോ? ആ ശൈത്താനോട് നമുക്കെന്ത് താല്പര്യം? നഗ്നതയും നനഞ്ഞാട്ടവും കുഴഞ്ഞാട്ടവും വെള്ളം നനഞ്ഞുള്ള തിമർത്താട്ടവും ഈ സമുദായത്തിന് പഥ്യമായോ
എങ്കിൽ മദ്യത്തിലും മയക്കുമരുന്നിലും വാണിഭത്തിലും തട്ടിപ്പിലും വെട്ടിപ്പിലും കൊല്ലിലും കൊലയിലും ഈ സമുദായത്തിൽ ആൾ ഇറങ്ങി കളിച്ചുവോ എങ്കിൽ നിങ്ങൾ അറിയണം, ശൈത്താന്റെ കൂടെ സഹവസിക്കുന്നവരാണ് ഈ സമുദായത്തിൽ അത്തരക്കാർ. അവർക്ക് അവരുടെ വർഗശത്രു പിശാചാണ്. നിന്നെ അവരെ മനസ്സിലായില്ല. വർഗശത്രുവിനെ മനസ്സിലാക്കാതെ നമ്മുടെ ശത്രുവാകേണ്ടതില്ലാത്ത അയൽപ്പക്കത്തെ സഹോദര സമുദായ അംഗങ്ങളെ, ഹൈന്ദവനെയും ക്രൈസ്തവനെയും ശത്രുവായി കണ്ടവർ, അതാണ് പുതുകാലഘട്ടത്തിലെ മുസ്ലിം സമുദായം. അവർ നമ്മുടെ മിത്രമാകേണ്ടവരാ. അവരെ നമുക്ക് വേണം. അവർക്ക് ഈ സന്ദേശം കൊടുക്കേണ്ട ബാധ്യത അറഫ നമ്മെ കൃത്യമായി ബോധവൽക്കരിക്കും. ശത്രുവായി കാണേണ്ടവരെ ശത്രുവായി കാണാൻ കഴിയാതെ പോയി. പിശാചും പിശാചിന്റെ പിണയാളികളുമാണ് ശത്രു. ആ ശത്രുവിനെ തിരിച്ചറിഞ്ഞ പോരാട്ടമാണ് ജംറ. അവിടുന്ന് പിന്നീട് ചെയ്യേണ്ടത് ബലികർമ്മമാണ്. ബലി നമ്മുടെ താല്പര്യങ്ങളുടെ ബലിയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയോട് വലിയ താല്പര്യം ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക്. വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ കിട്ടിയതാ. ആ കുഞ്ഞിനെ വല്ലാതെ സ്നേഹിച്ചു പോയി. ആ കുഞ്ഞിനോടുള്ള സ്നേഹം അള്ളാഹുവിനോട് സ്നേഹത്തെ മറികടക്കുമോ എന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ തമ്പുരാന്റെ ഒരു കൽപ്പന വന്നു, അറുക്കണം നിന്റെ സ്വന്തം മകനെ. അറുക്കാൻ തയ്യാറായി. പടച്ചവനെ, നിന്നോടുള്ള താല്പര്യം തന്നെയാണ്. നിന്നെ വിട്ടിട്ട് എനിക്ക് കഴിയില്ല. എനിക്ക് എന്റെ മക്കളോ എന്റെ കുടുംബമോ എന്റെ സ്വത്തോ എന്റെ മറ്റു ആവശ്യങ്ങളോ എന്റെ വ്യക്തി താല്പര്യങ്ങളോ കുടുംബ താല്പര്യങ്ങളോ സാമ്പത്തിക താല്പര്യങ്ങളോ പാർട്ടി താല്പര്യങ്ങളോ രാഷ്ട്രീയ താല്പര്യങ്ങളോ എന്റെ സുഖാനുഭൂതിയുടെ വിനോദ കളിതമാശകളുടെ താല്പര്യങ്ങളോ ഇല്ല. നിന്നോടുള്ള ഇഷ്ടവും നിന്നോടുള്ള കൂറും നിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന സമർപ്പണവുമാണ് എന്റെ താല്പര്യം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെളിയിച്ചു. സ്വന്തം മകനെ അറുക്കാൻ അദ്ദേഹം കഴുത്തിൽ കത്തിവെച്ച് അമർത്തി മൂർന്ന രംഗം കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടു. അല്ലാഹ് പറഞ്ഞു, മതി, നരബലി ഇസ്ലാമിലില്ല, മൃഗബലിയേ ഉള്ളൂ. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇബ്രാഹിം, ഇത് കൃത്യമായ ഒരു പരീക്ഷണമാണ്. വഫദൈനാഹു ബിദിബ്ഹിൻ അലീം. അതുകൊണ്ട് നീ മകനെ വിട്ടേക്ക്, പകരം ഈ മൃഗത്തെ ബലിയറുത്തോ. മൃഗബലിയേ ഉള്ളൂ ഇസ്ലാമിൽ. അപ്പോൾ താല്പര്യങ്ങളുടെ ബലിയാണ്. താല്പര്യങ്ങളുടെ ബലിയാണ് നടക്കേണ്ടത്. കാരണം താല്പര്യങ്ങളാണ് നമ്മെ ഇസ്ലാം എന്ന് പിറകോട്ട് വലിക്കുന്നത്. അള്ളാഹുവിന്റെ സമർപ്പണത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും പിറകോട്ട് വലിക്കുന്ന നമ്മുടെ താല്പര്യങ്ങളാണ്. ഒന്നാമതായി ശൈത്താൻ, രണ്ടാമതായി നമ്മുടെ ഈ പറഞ്ഞ താല്പര്യങ്ങൾ. അതുകൊണ്ട് താല്പര്യങ്ങളുടെ അടിമയായവർക്ക് ഒരിക്കലും ഇസ്ലാമിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ കഴിയില്ല. ആ ബലിയും കഴിഞ്ഞാൽ പുരുഷന്മാർ മുടി വടിച്ചും സ്ത്രീകൾ മുടിയുടെ അറ്റത്തിരി വെട്ടിക്കളഞ്ഞും ഇഹ്റാമിൽ നിന്ന് ഒന്നാം ഘട്ടം തഹല്ലുലായി അവർക്ക് കുളിച്ച് സാദാ വേഷത്തിലേക്ക് മാറാം. ഒരു പുതിയ മനുഷ്യൻ ജനിച്ചു അവിടെ. ഇതാണ് ഹജ്ജ്. ഒരു പുതിയ മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ വിശുദ്ധൻ. പഴയ ആള് തന്നെ, പക്ഷെ ഇവ പുതിയൊരു കാഴ്ചപ്പാടിൽ തിരിച്ചറിവോടെ പുതിയ ചില പാഠങ്ങളുമായി മിനയുടെ മണ്ണിൽ ദുൽഹജ്ജ് 10 പുതിയ ഒരു പറ്റം മനുഷ്യർ, ഒരു കൂട്ടം ലക്ഷങ്ങൾ പിറക്കുകയാണ്. പക്ഷേ അങ്ങനെ പിറന്ന ആളുകളെ അധികം നമ്മൾ കണ്ടില്ല. പിന്നീട് അവര് അവിടെ നിന്ന് മക്കയിൽ പോയി തവാഫുൽ ഇഫാദയും സഅയും നടത്തിയിട്ട് വീണ്ടും മിനയിലേക്ക് തന്നെ ദുൽഹജ്ജ് 13 വരെ, ദുൽഹജ്ജ് 11, 12, 13 ദിനങ്ങളിൽ മിനയിൽ താമസിച്ച് ദിനേന 3 ജംറാത്തിൽ കല്ല്. 13 എറിഞ്ഞാൽ ഉടനെ പോവണമെന്ന് അല്ലാഹ്. പിന്നെ അവിടെ നിന്നാൽ ഹജ്ജ് ശരിയാവില്ല എന്ന്. എന്നാൽ 14 മിന ഒഴിയും. നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് കയ്യും കാലുമൊക്കെ വീശിയിട്ട് 3 ജംറാത്തിലും ഓരോ എറിഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് 14 മിനയിൽ നിൽക്കാൻ പാടില്ല. 13 മിനയിൽ കല്ലെറിഞ്ഞിട്ട് പോയിക്കൊള്ളണം. നിന്റെ നാട്ടിൽ പോയിട്ട് എറി. പിശാച് നിന്റെ വീട്ടകത്തും അയൽപ്പക്കത്തും നാട്ടിലും നിന്റെ സമുദായത്തിലുമാണ് വിളയാട്ട് നടന്നത്. അവിടെ പോയിട്ട് എറിയുന്ന. പക്ഷേ ഇവിടെ വന്നപ്പോൾ എറിയാൻ കഴിയാതെ പോയവർ, ഹൈന്ദവ ആചാരത്തിലെ വാനപ്രസ്ഥം പോലെ അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞ് കുട്ടികളും മക്കളുമൊക്കെയായി ജീവിച്ച് മക്കളെ കെട്ടിച്ചു വിട്ടിട്ട് ഇപ്പോൾ പെൻഷനും കൊണ്ടും പ്രൊവിഡന്റ് ഫണ്ട് കൊണ്ടും കിട്ടിയ പണം കൊണ്ടും ഹജ്ജും കഴിഞ്ഞ് പിന്നെ അങ്ങനെ പള്ളിമൂലയിൽ ചടഞ്ഞുകൂടി ബയാനും കേട്ടിരിക്കുന്നവർ, അവർക്ക് കർമ്മരംഗത്തിറങ്ങി എറിയാൻ കഴിയുന്നില്ല, തിന്മയ്ക്കെതിരെ പോരാടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വാനപ്രസ്ഥം ഇസ്ലാമിലില്ല. അവസാന നിമിഷം വരെ പൊരുതിക്കൊണ്ട് ജീവിക്കുന്ന, സമർപ്പണത്തിന്റെ വഴിയിൽ റബ്ബിന്റെ ദീനിനു വേണ്ടി ത്യാഗം പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കെ മരിച്ചു പോകുന്ന നെറ്റിത്തടം വിയത്ത മരണമേ ഇസ്ലാമിലുള്ളൂ എന്ന് നമുക്ക് ഹാജിമാർക്ക് പോലും മനസ്സിലായില്ല. ഇത്രയും ദുരന്തം സംഭവിച്ചപ്പോഴാ ഹജ്ജിന് ആളുകൾ കൂട്ടത്തോടെ പോയിട്ടും ഇസ്ലാമിന്റെ വളർച്ച, അതിന്റെ ഗ്രാഫ് ഒരടി മുന്നോട്ട് പോകാതിരുന്നത്. ഈ ദുരന്തം തിരിച്ചറിയാൻ കഴിയാതെ ഹജ്ജിന് പോകേണ്ടതുണ്ടോ എന്ന് വിനയ പുരസ്സരം നമ്മൾ മനസ്സിലാക്കുക.
അങ്ങനെയുള്ള ഒരു ലക്ഷണമൊത്ത സമുദായത്തെ സൃഷ്ടിക്കാനാ ഹജ്ജ്. തിന്മക്കെതിരെ പോരാടുന്ന, നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന, നന്മ സംസ്ഥാപിക്കുന്ന, തിന്മ ഇല്ലാതാക്കുന്ന, അശ്രാന്ത പരിശ്രമം നടത്തുന്ന ആ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്താൻ ആരാധനകളും ദിക്റും സ്വലാത്തും ഒക്കെ സഹായമായി വരുന്ന, ഖുർആൻ പാരായണവും പഠനവും നമ്മെ പ്രചോദിപ്പിക്കുന്ന, നമ്മുടെ ഊർജദായകങ്ങളായിട്ട് ഈ ആരാധനകളും ബയാനും വയലും ഉറുതിയും തീരുന്ന, കർമ്മരംഗത്ത് പ്രവർത്തിക്കാൻ നമ്മെ വീണ്ടും ഊർജസ്വലരാക്കി നിർത്തുന്ന ഒരു രീതിയിൽ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബന്ധത്തോടെ ജീവിക്കാൻ കഴിയാതെ പോകുന്ന ഹതഭാഗ്യർ ഹജ്ജ് കൊണ്ട് ഫലത്തിലൊന്നും നേടിയില്ല. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഒരു ഖൈറു ഉമ്മത്തായിട്ട് മാറണം. ഉഖ്രിയത ലിന്നാസ്, നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാവണം. തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നന്മ സംസ്ഥാപിച്ചും തിന്മ ഇല്ലാതാക്കിയും നിങ്ങൾ കർമ്മരംഗത്ത് നൈരന്തര്യം തുടരണം, അക്ഷീണം അനവരതം പ്രവർത്തിക്കണം എന്ന് ലക്ഷണമൊത്തൊരു സമുദായത്തെ ഖുർആൻ അടയാളപ്പെടുത്തിയെങ്കിൽ, ലക്ഷണമൊത്തൊരു സമുദായത്തെ കൃത്യതയാർന്ന വഴിയിലൂടെ തനിമയാർന്ന രൂപേ മാറ്റിപ്പണിയുന്ന മഹാകർമ്മമാണ് ഹജ്ജും അതിന്റെ ഭൂമികയും എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷണമൊത്ത ഹാജിമാരെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാർ, പ്രപഞ്ചനാഥന്റെ കൽപ്പനകൾ യഥാവിധി പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ഉലുഹിയ്യ കർമ്മത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലികർമ്മത്തിൽ വലിയ താല്പര്യമാണ് കാണിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ തിരുസുന്നത്തിന് പിൻപറ്റിക്കൊണ്ടാണ് ഇസ്ലാമിക സമൂഹം ഉലുഹിയ്യ കർമ്മം ഇസ്ലാമിന്റെ മാർഗത്തിലെ ഒരു കർമ്മമായി നിരന്തരം തുറന്നുകൊണ്ടിരിക്കുന്നത്. അത് വാജിബാണ് എന്ന് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സാധ്യമാകുന്ന എല്ലാവരും ഉലൂഹിയ കർമ്മത്തിൽ പങ്കെടുക്കണമെന്നും ഉലൂഹിയ നടത്തണമെന്നുമാണ് ഇസ്ലാമിന്റെ ആഹ്വാനം. ഒരു മൃഗത്തെ ബലി കൊടുക്കേണ്ടുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 100 ഒട്ടകത്തെയാണ് ബലിയെറുത്തത്. നബിയുടെ ഹജ്ജിന്റെ ഭാഗമായി ഒരു ബലി മതി. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബിയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജിൽ 100 ഒട്ടകങ്ങളെ സ്വന്തം ചെലവിൽ ബലിയറുത്തു. അതിൽ 62 എണ്ണം ഹബീബ് ഒറ്റക്ക് തന്നെ അറുത്തു. ബാക്കി അലീബിന് അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അറുക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാറ്റിന്റെയും മാംസത്തിന് ഇത്തിരി ഭാഗം എടുത്തിട്ട് അത് പാകം ചെയ്തിട്ട് അതിങ്ങനെ തിളച്ചു വന്നപ്പോൾ അതിന്റെ ചാറ് മുക്കി കുടിച്ചു. അതിന്റെ കഷ്ണം തിന്നും ഹബീബ് അത് കഴിക്കുന്നതിന്റെ പുണ്യവും പഠിപ്പിച്ചു. ബലി അത്ര മോശമായ ഒരു കർമ്മമല്ല, അത് ഏറെ പുണ്യമുള്ള ഒരു കർമ്മമാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന നമ്മുടെ സാധാരണക്കാർ വരെ ഒരു ഷെയർ എടുക്കണം. നല്ല ഉരുക്കളെ ബലിയറുക്കലാണ് അതിന്റെ പുണ്യം. നാം ഇപ്രാവശ്യം നല്ല ഉരുക്കളെ തെരഞ്ഞു നടക്കുകയാണ്. നല്ല ഉരുക്കളെ നേരത്തെ കിട്ടണമെങ്കിൽ നേരത്തെ പണം കൊടുത്ത് നേരത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണം. അവസാനമാകുമ്പോൾ നല്ല ലക്ഷണമൊത്ത ഉരുക്കളെ മുഴുവനായും കിട്ടില്ല. അതുകൊണ്ട് ഇനിയും ആരെങ്കിലും ഈ പള്ളിയിൽ ഹാജരുള്ള സഹോദരന്മാർ ബലിയറുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർ വേഗത്തിൽ തന്നെ അവരുടെ ഷെയർ തുകയോ അല്ലെങ്കിൽ ഒരു ഉരുവിനെ പൂർണ്ണമായി 7 ഷെയർ ചേരുന്ന ഒരു ഉരുവിനെ പൂർണ്ണമായോ എടുത്തുകൊണ്ട് ഈ ബലികർമ്മത്തിൽ പങ്കാളികളാകണം. ബലികർമ്മത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ദുൽഹജ്ജ് 1 പ്രഖ്യാപനം വന്നാൽ അവർ ഒരു ദീക്ഷ ആചരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, വൈദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിന്റെ ചന്ദ്രോദയം നിങ്ങൾ കണ്ടാൽ, മാസം പിറന്നതായി അറിഞ്ഞാൽ, വഅറാദ അഹദുക്കും അൻ യുദഹിയ, നിങ്ങൾ ആരെങ്കിലും ഉലുഹിയ അറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഫൽ യുംസിക് അൻ ഷഅരിഹി വ അദ്ഫാരിഹി, അവന്റെ നഖവും മുടിയും പിന്നീട് നീക്കരുത്. ദുൽഹജ്ജ് 1 മുതൽ നഖവും മുടിയും താടിയും മുടിയും വെടുപ്പാക്കുകയോ നഖം വെട്ടുകയോ ചെയ്യാൻ പാടില്ല ഈ ബലിമൃഗത്തെ അറുക്കും വരെ. അങ്ങനെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇന്ന കർമ്മത്തിന് നിയത്താക്കിയിരിക്കുന്ന ചിന്ത അവനെ വിടാതെ പിടികൂടിക്കൊണ്ട് അതിന്റെ പുണ്യം അവന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ദീക്ഷാ ആചരണം ഇതിന്റെ ഭാഗമായി നടക്കുകയും വേണം. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരു കർമ്മമാണെന്ന് മനസ്സിലാക്കി ആ കർമ്മത്തിൽ വിനയപുരസ്സരം
അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പങ്കാളികളാവുകയും അണിചേരുകയും ആ കർമ്മത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗ്ഗം നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇഹലോകത്ത് അതിന് നല്ല പ്രതികരണം ഉണ്ടാകുമാറാവട്ടെ. പരലോകത്ത് അള്ളാഹുവിന്റെ ഔദാര്യത്താൽ ഒരുപാട് പ്രതിഫലം നൽകി നാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.